എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ന്യൂസ് മലയാളം ഇങ്ങനെ ഒരു പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏറ്റവും വലിയ വ്യവസായം വിവാദ വ്യവസായമാണ് കേരളത്തിൽ. അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ തങ്ങളുടേതായൊരിടം സൃഷ്ടിക്കാൻ ബോധപൂർവം കഴിഞ്ഞതിന് ന്യൂസ് മലയാളത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സനീഷോട് പറഞ്ഞപ്പോൾ എല്ലാവരും ആ വഴിയിലൊക്കെ വരും എന്നുള്ളൊരു വ്യാമോഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു മോഹമായി മാത്രം കണ്ടാൽ മതി. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഒരു പ്രധാന പത്രത്തിൻ്റെ ഒരു തലക്കെട്ട്, ഒരു ബസ്സിന് സമയം കിട്ടിയില്ല. ഈ ബസ്സിന് സമയം എങ്ങനെയാണെന്നുള്ളത് ബസ് വ്യവസായം നടത്തിയവർക്കൊക്കെ അറിയാം. വ്യവസായമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഈ അത് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് ബസ് മുതലാളിമാരുണ്ടാവും, അവർ വക്കീലന്മാരായിട്ടായിരുന്നു വരിക. ഒരു സമയം ചോദിച്ചാൽ ഒരു യുദ്ധമായിരിക്കും അതിനകത്ത്. കളക്ടർമാർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന മീറ്റിംഗ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു സമയം ഒരു ബസ്സിന് കിട്ടിയില്ല. പക്ഷെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംരംഭകനാണ്, എസ് ബാധ്യപ്പെട്ടതാണ്, വാർത്തയാകാം. പക്ഷെ തലക്കെട്ട് അതിൻ്റെ ഒരു കിക്കർ കൊടുത്തിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇനി ഒരു 5-8 മാസം ഇതിനാണ് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ ദാവോസിൽ 19-ന് -5 വന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം 5 മണിക്ക് ദാവോസിലെത്തി. തണുപ്പിൻ്റെ ജാക്കറ്റൊക്കെ മാറ്റി ഒഫീഷ്യൽ ജാക്കറ്റിലേക്ക് ഓഫീസർമാർക്ക് മാറാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഡിസ്കഷൻ തുടങ്ങി. 19 രാത്രി 20, 21, 22 3 67 കമ്പനികളായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തി. ഇവിടെ എല്ലാം നമ്മൾ കേരളം എങ്ങനെയാണ് മാറി എന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ഇത് ഇനിയിപ്പോൾ ഒരു 5-8 മാസം ഇതായിരിക്കും സോഷ്യൽ മീഡിയ കിടക്കുക. യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം റാങ്കിലെത്തി. കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ റാങ്കിങ്ങിൽ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ ആദ്യത്തെ പാഠം പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത. ഇതാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുക. പക്ഷെ അത് മാത്രം വെച്ച് പത്രപ്രവർത്തനം നടത്തിയാൽ അപകടത്തിലാവും. പണ്ട് കേരള കൗമുദിയിൽ ഒറ്റ വാർത്ത വന്നു, പെരുമ്പാവൂർ, വർഷം ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും കടിച്ചു. പുസ്തകം വെച്ചാണെങ്കിൽ അത് വാർത്തയല്ല, പക്ഷെ അതൊരു കൗതുക വാർത്തയാണ്. ആ വഴി പോയ എല്ലാവർക്കും കടി കിട്ടിയിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ സഞ്ചരിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് വിഹിതം അവർക്കും കിട്ടിയതാകാം. അപ്പോൾ നമ്മൾ 28-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം 1-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ മനുഷ്യൻ പട്ടിയെ കടിച്ചതുപോലെ ഒരു അസാധാരണത്വം ഉള്ളത് കൊണ്ട് ലീഡായില്ലെങ്കിലും 1-ാം പേജിൽ ഇടം കിട്ടാവുന്ന, ന്യൂസ് അവർ ചർച്ച കിട്ടിയില്ലെങ്കിലും മിന്നിമറയാവുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷെ അത് കേരളത്തിൽ ചരമ പേജിനകത്താണ് മിക്കവാറും മാധ്യമങ്ങൾ നൽകിയത്. പിന്നെ മാധ്യമങ്ങളുടെ ഗവേഷണം ഈ റാങ്കിങ് തന്നെ ശരിയാണോ എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ 28 അത് എന്തുകൊണ്ട് 28 ഞങ്ങൾ നോക്കി. കാരണം ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് കുറേ സ്റ്റെപ്സ് എടുത്തിരുന്നു, കഴിഞ്ഞ ഫസ്റ്റ് പിണറായി ഗവൺമെൻറ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ഫീഡ്ബാക്സ്. നിങ്ങൾ 90% മുകളിൽ റിഫോംസ് നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ ഫോർ ടോപ്പ് അച്ചീവർ കാറ്റഗറി. പക്ഷേ യൂണിയൻ മിനിസ്ട്രിയുടെ ഒരു ഏജൻസി അവരെ ഏൽപ്പിക്കും, അവർ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട് മിസ്റ്റർ ഖാലിദ്. അപ്പോൾ അദ്ദേഹമായിരുന്നു നേരത്തെ ഈ സ്മോൾ സ്കെയിൽ, ഞാൻ വരുമ്പോൾ KSSIയുടെ പ്രസിഡൻറ്റ്. എത്ര കാലമായിരുന്നു? 4 വർഷം. അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗമാണ് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാഗത പ്രസംഗങ്ങളൊന്നായിരുന്നത് നേരത്തെ. കാരണം എന്ന് വെച്ചാൽ നിവേദനം മുഴുവൻ അവസാനം അദ്ദേഹം വിരമിക്കുമ്പോൾ 4 മിനിറ്റ് 3 മിനിറ്റ് മറ്റെടുത്തുള്ളൂ സ്വാഗത പ്രസംഗത്തിൽ. കാരണം ആദ്യത്തെ നിവേദനം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേവിടെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു, മിക്കവാറും കാര്യങ്ങൾ ഞങ്ങൾ പ്രയോഗത്തിലേക്ക് വരുത്തി. ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റിന് സ്വാഗതം പറയാൻ പോയിൻ്റുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അന്നത്തെ ഫീഡ്ബാക്ക് അപ്പോൾ ഞങ്ങൾ നോക്കി എന്തുകൊണ്ടിത് ഒരു 10-15 കിട്ടുന്നതായിരുന്നു. പക്ഷേ 28 കിട്ടിയത്. ഡിഫാക്ടോ നോബഡി വാസ് ബിഹൈൻഡ് അസ് അറ്റ് ദാറ്റ് ടൈം. ആരും ഇല്ല നമ്മുടെ പുറകിൽ. അപ്പോൾ ഞങ്ങൾ അന്നൊരു പരാതി കൊടുത്തു, ഈ റാങ്കിങ് ശരിയല്ല.
നിങ്ങൾ 100% സബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവായിട്ട് നോക്കണം. നിങ്ങളെ പറയുന്ന ഇത്ര റിഫോംസ് നടപ്പിലാക്കണം. അത്ര റിഫോംസിൽ 91% നടപ്പിലാക്കി. ഞങ്ങൾ ഏറ്റവും പുറകിലാണ്. ഒരു സംരംഭവും അന്നില്ലാത്ത ലക്ഷദ്വീപ് നമ്മളൊക്കെ മുമ്പിലാണ്. 15 മറ്റോ ആയിരുന്നു. അപ്പോൾ റാങ്കിങ്ങിനെ കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തത് വാർത്ത പോലും ആയിരുന്നില്ല. നമ്മൾ കേരളത്തിന് 1ാം സ്ഥാനം കിട്ടിയപ്പോൾ പ്രത്യേക റിസർച്ച് ഡെസ്കുകൾ രൂപം കൊണ്ടു മാധ്യമ സ്ഥാപനങ്ങളിൽ. ഈ റാങ്കിങ് ശരിയാണോ? ലോകബാങ്ക് ഫണ്ട് നിരോധിച്ചത് ഇടയ്ക്ക് തട്ടിപ്പോന്ന് നിർത്തിയതല്ലേ? ഇപ്പോൾ BRAP അല്ലേ, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലേ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ? എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉപകരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ. ലോകബാങ്ക് ദിസ് ഇസ് ദ ലാർജസ്റ്റ് മെഷീൻ ഓഫ് ദ വേൾഡ് എന്നാണ് ലോകബാങ്ക് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ അപ്പോൾ തന്നെ അറിയാം. തുടങ്ങിയ അന്ന് മുതൽ ഒറ്റ ഹെഡിങ്ങാണ് BRAP, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. സൈറ്റ് EODB ആണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഒന്നിലെത്തിയപ്പോൾ സംശയമായി. കേരളം ഒരു വർഷം 100,000 സംരംഭം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. നമ്മളൊരു 7-8 മാസം കൊണ്ട് നേടി. ഞങ്ങളെങ്ങനെ നേടിയെന്ന് ഇവർക്ക് സംരംഭകർക്കറിയാം. എല്ലാ പഞ്ചായത്തിലും ഓഫീസേഴ്സ്, എൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ നല്ല കണ്ണട വെച്ച് കൊടുത്തു, മാറ്റി കൊടുത്തു. നേരത്തെ സംശയത്തിൻ്റെ കണ്ണട മാറ്റി ട്രസ്റ്റിൻ്റെ കണ്ണട കൊടുത്തു. എല്ലാവരും IIM കാലിക്കറ്റിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ, ബാക്കി എൻ്റർപ്രണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാവരും അങ്ങനെ ഒരു കളക്റ്റീവ് വർക്കാണ്. സംഘടനകളെല്ലാം ചേർത്ത് വെച്ചു. അപ്പോഴാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിപ്പിക്കുന്ന പോലെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടോ, ഈ സ്ഥാപനം ഇവിടെ ഉണ്ടോ എന്ന ലോക മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ദൗത്യം മലയാളത്തിൽ മാധ്യമം ഏറ്റെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ നേട്ടം ഉണ്ടായാൽ അതങ്ങ് വല്ലാതെ അവതരിപ്പിക്കും. നിക്ഷേപം വന്നാൽ കുറച്ച് പരസ്യമെങ്കിലും കിട്ടുമല്ലോ. സംരംഭം വന്നാലല്ലേ പരസ്യം കിട്ടുക. അതുകൊണ്ടെങ്കിലും ഇരിക്കട്ടെ, പ്രോത്സാഹനം. രാഷ്ട്രീയമായി അവർ നേരിടാം. ആ ചിന്ത ഇല്ലാത്ത മാധ്യമങ്ങളാണ് കേരളത്തിനകത്ത് ഉള്ളത്. പക്ഷെ അവർക്ക് പൊതുവെ മറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ പ്രധാനം. പിന്നെ ഇത്തവണ ഒന്നാമതായി വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ സംശയമില്ല. കൺസിസ്റ്റൻ്റ്ലി നമ്മൾ തുടർച്ചയായി ഇപ്പം നിങ്ങൾ ലണ്ടൻ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ കേരളത്തെക്കുറിച്ചൊരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, ലെഫ്റ്റ് പാരഡൈസ്. അതിൻ്റെ ഒരു ഭാഗം 2 പാരഗ്രാഫ് ഇൻഡസ്ട്രിയെക്കുറിച്ചാണ്. അവർക്കൊരു സിസ്റ്റർ ഒരു യൂണിറ്റ് ഉണ്ട്, ഈ എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ്. അവർ പൈസ കൊടുത്താൽ നമുക്ക് അതിന് മുഴുവൻ പേരും കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കേരള വ്യവസായത്തിൽ വരാറേ ഇല്ല. ഇത്തവണ നമ്മൾ 9th റാങ്കിലാണ് എക്കണോമിസ്റ്റിൻ്റെ. സ്റ്റെബിലിറ്റിയിൽ നമ്മൾ 3ാം റാങ്കിലാണ്. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈയിൽ നമ്മൾ ആദ്യത്തെ 3ലാണ് എക്കണോമിസ്റ്റിൻ്റെ, ലണ്ടൻ എക്കണോമിസ്റ്റിൻ്റെ. പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു ചിത്രമേ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവർ ദാവോസിൽ പോയി 10 കോടിയായിട്ട് പോയിട്ട് ഇവർ എന്താ ചെയ്യാന്നാണ്. ഈ 10 കോടി അവർ കൊണ്ടുപോയി, യൂണിയൻ ഗവൺമെൻറ്. ബാക്കി ചിലവ് ഞങ്ങൾ വേറെ തന്നെ എടുക്കണം. 10 കോടിയാണ് കേരളം യൂണിയൻ ഗവൺമെൻറ്റിന്. ചെറിയ മുറിയുള്ളൂ, ഇത്രയുള്ള മുറി നമുക്ക് തരുള്ളൂ. അതിനുള്ള ഞങ്ങൾ ഇത്തവണ വേറെ മുറി കൂടി എടുത്തു. കാരണം ഈ 10 സ്റ്റേറ്റ് ഉണ്ട് ഈ കെട്ടിടത്തിന്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അവർ നോക്കും. നമ്മളൊരു ലീസ് നിങ്ങൾക്ക് 10% തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്താൽ വിളിക്കും. ഞങ്ങൾക്ക് 1 രൂപ തന്നാൽ മതി, നിങ്ങളുടെ സ്ഥലം മൊത്തം എടുത്തോളാൻ പറയും. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഡെമ്മി ആണ് അതിനുള്ളിൽ. കാശ് കൊടുത്തില്ലേ പ്രശ്നമാണ്. 10 കോടി ഞങ്ങൾ ജിയോ ഇറക്കിയത് വെച്ചിട്ട് ഇവരെല്ലാവരും ഈ മന്ത്രിയും സംഘവും എല്ലാവരും ഈ അവിടെ ഇത് മുഴുവൻ കണ്ടു നടക്കുകയാണെന്നാണ്. ഞങ്ങളിതുവരെ ആകെ എയർപോർട്ട്, താമസ്, നമ്മുടെ റൂം, ആ റൂമിൽ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ എടുത്താണ് താമസവും. നേരെ തിരിച്ച് എയർപോർട്ട്, മഞ്ഞ് പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അതിൽ ഈ 10 കോടി നമ്മൾ ജിയോ ഇറക്കിയത് യൂണിയൻ ഗവൺമെൻറ്റിനാണ് കൊടുക്കണേ, BP അവർക്കാണ്. ബാക്കി കാശ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്കിക്ക് കൊടുക്കുന്നത്. ബാക്കി കുറച്ച് പൈസ നമുക്ക് ചിലവുണ്ട്, കാരണം ഇവൻറ്റ് എല്ലാം അവരെ മാനേജ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഫുൾ ഇരിക്കുന്നത് CII ആയിരുന്നു, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. എല്ലാ ഡിസ്കഷനിലും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പറയും, പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ ഇവർ പറയും ഫ്രം ദി ഇൻഡസ്ട്രി സൈഡും വാട്ട് ഈസ് അവർ എക്സ്പീരിയൻസ്. അതുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ $14 ബില്യൺ $1.18 lakhs crores EOE ഒപ്പുവെച്ചു. കഴിഞ്ഞ തവണ പോയപ്പോഴേ ഞാൻ പറഞ്ഞു, കാരണം എനിക്കറിയാം കേരളമാണല്ലോ, ഫസ്റ്റ് നമ്മൾ പോവാണ്. പിറ്റേ ദിവസം തന്നെ ന്യൂസ് അവർ ചർച്ച തുടങ്ങും, എന്ത് കൊണ്ടുവന്നു. ഞാൻ അതുകൊണ്ട് ആദ്യം പോണതിലും തന്നെ പത്രസമ്മേളനം വിളിച്ചു. ദാവോസിൽ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലോ മാളിലോ പോണ പോലെയാണ് നിങ്ങൾ കരുതരുത്. നമ്മൾ നേരെ മാളിൽ പോണു, ഒരു 10 MOU തരൂ, 5 EOE തരൂ, 2 LOE തരൂ, ഇത് വാങ്ങിച്ചുകൊണ്ട് വരാം. അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല. ഞങ്ങൾ പോകുന്നത് വി ആർ ട്രൈങ് ടു ഷോ കേസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇതാണ് കേരളം. നമ്മളിതൊരു വിസിബിൾ അല്ല.
ഞങ്ങൾ ലോകത്തിന് മുൻപിൽ കേരളത്തിൻ്റെ സാധ്യത എന്താണ്, ഇത് അവതരിപ്പിക്കൽ മാത്രമാണ് ലക്ഷ്യം. വന്നിറങ്ങുമ്പോൾ തന്നെ തമിഴ്നാട് 50 ലക്ഷത്തിൻ്റെ ഒപ്പുവെച്ചുള്ളൂ, മറ്റൊരു 10 ലക്ഷം കൂടി ഒപ്പുവെച്ചുള്ളൂ എന്ന് എന്നോട് ചോദിക്കാനേ പാടില്ല. ഞങ്ങളൊന്നും ഒപ്പുവയ്ക്കാനല്ല പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കേരളത്തെ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. 71 മീറ്റിംഗ് എടുത്തു കഴിഞ്ഞ തവണ, 3.5 ദിവസം കൊണ്ട്. ഇത്തവണ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു, ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി. കാരണം ഞങ്ങൾ 4 മണിക്ക് ഇവിടെ ഇറങ്ങി, 10 മണിക്ക് ഞങ്ങൾ ജപ്പാൻ, അമേരിക്ക ഉൾപ്പെടെ 41 മെഡിക്കൽ ഡിവൈസ് കമ്പനികളായിട്ട് നെടുമ്പാശ്ശേരി താജിൽ ഇന്നലെ തന്നെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇത്തവണ പോയപ്പോൾ നമ്മൾ പറഞ്ഞു, ദിസ് ടൈം വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു സൈൻ സം MOUs. അതിലാണ് നമുക്ക് ആദ്യം കണ്ട് ചിലർ, ഇപ്പോൾ എൻ്റെ ലിങ്ക്ഡിനിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഐ വാണ്ട് ടു മീറ്റ് യു, ഡിസ്കസ് സം സീരിയസ് പ്രൊപ്പോസൽസ്. അപ്പോൾ ഞാൻ നോക്കി, ആരും നോക്കി, ANSR ആണ്. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ GCC ഡെവലപ്പേഴ്സ്. 45 ദിവസത്തിൽ മറ്റൊരു GCC അവർ നിർമ്മിക്കുന്നുണ്ട് ലോകത്ത്. അവർ വന്നവർ, ഞങ്ങൾ 2 GCC സിറ്റി നിങ്ങൾക്ക് തരാം, ഒന്ന് കൊച്ചി, മറ്റൊന്ന് തിരുവനന്തപുരം. കോഴിക്കോട് അടുത്തത് 10 ഏക്കർ മതി ഞങ്ങൾക്ക് പരമാവധി. 500 ഫോർച്യൂൺ കമ്പനീസ് അവരുടെ സിറ്റിയിൽ പറഞ്ഞു. ഈ GCC ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് നേരെ നമ്മൾ ലാൻഡ് കൊടുക്കുന്നു, നേരെ വെർട്ടിക്കൽ ഹൈ ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങ് ഡെവലപ്പ് ചെയ്യും, പ്ലഗ് ആൻഡ് പ്ലേ. നമ്മളിത് പണിതിട്ട പിന്നെ നമ്മൾ ആളെ കൊണ്ടുവരണം. ഇത് ഇവർ തന്നെ ആളെ കൊണ്ടുവരും. 500 ഫോർച്യൂൺസ് കമ്പനികൾ ഇവരുടെ GCC വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒപ്പിട്ടു എന്ന് കണ്ടപ്പോൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഒത്തിരിയേറെ ആളുകൾ വിളിച്ചു. നിങ്ങളത് 2 GCC അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വേറെ ഒത്തിരി ഇതുണ്ട്, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ ഞാൻ വീണ്ടും ഒരു പത്രസമ്മേളനം വന്നതിന് ശേഷം നടത്തി, ഞാനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൂടി. ഇങ്ങനെ ഒന്നുകൂടി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചേർത്തെടുത്തിട്ട് ANSR അടിച്ചാൽ മതി. കുറച്ചുകൂടി ChatGPT ചോദിക്കുക, എന്തെങ്കിലും പോസിറ്റീവ്, നെഗറ്റീവ്, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് എല്ലാം ചോദിച്ചോണ്ടേ ഇവർ ഒപ്പിട്ടത് എന്താണ്. അപ്പോൾ ചിലർ അറിയോ, ഇത്രയും കാലമൊന്നും ഒപ്പിട്ടിട്ടില്ല, ഇനിയിപ്പോൾ എത്ര കാലമുണ്ട് ഇവർക്ക് ഇറങ്ങി പോകാൻ പോവാണ്, അപ്പോഴാണ് ഒപ്പിടൽ. ഞങ്ങൾ IKG കഴിഞ്ഞവണ ഞങ്ങൾ പോയപ്പോൾ ദാവോസിൽ നിന്ന് ക്ഷണിച്ചു ആളുകളെ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്. അതിലെത്ര UAE വെച്ചു, ഞങ്ങളൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി പബ്ലിക്കിനും കൂടി. സാധാരണ ഒരു സ്റ്റേറ്റും ഇപ്പോൾ ഇതും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ ഒപ്പ് വെച്ചത് ആരൊക്കെയാണെന്ന് പറയാനേ പാടില്ലാത്തതാണ്. അത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ്, ഒരു സ്റ്റേറ്റും പറയില്ല. കേരളത്തിൽ ഈ മാധ്യമങ്ങളുടെ ഈ എഴുത്തിങ്ങനെ ചർച്ചയും തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ്. എന്താ പ്രശ്നം? ഈ പേര് വെച്ചിട്ട് നമ്മളിവിടെ IKGS നടത്തിയപ്പോൾ 6 സ്റ്റേറ്റിൻ്റെ സ്പൈ ഉണ്ടായി. സ്പൈ എന്ന് പറയല്ല, 6 സ്റ്റേറ്റിൻ്റെ ആളുകൾ വേറെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൂടി ഉണ്ട്, ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ. നമ്മുടെ ഈ പേര് കിട്ടുമ്പോൾ തന്നെ ഇവരവരെ സമീപിക്കും, നിങ്ങൾക്ക് അവർ കേരളം എന്ത് തരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പോൾ മാധ്യമങ്ങളെക്കാൾ കോമ്പറ്റീഷനുണ്ട് സ്റ്റേറ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കാൻ. അപ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, ഇവിടെ ലാൻഡ് ഭയങ്കര പ്രീമിയം കോസ്റ്റ് ലാൻഡല്ലേ നമ്മുടെ, ഇവരെല്ലാം ഫ്രീ ആയിട്ട്. ഞാൻ വിയറ്റ്നാമിൽ DV കമ്പനിയായിട്ട് അവസാന സ്റ്റേജ് വരെ നമ്മൾ രഹസ്യമായിട്ടായിരുന്നു ചർച്ചകൾ മുഴുവൻ. ചർച്ച നിങ്ങൾ കൊണ്ടുവന്ന് റെഡിയായി, അവിടെ ഏകദേശം സമ്മതിച്ചു പോയതാണ്. പെട്ടെന്ന് ഇവർ ദുബായിൽ പിന്നെ ഒരു ഫെസ്റ്റിന് പോയി. അപ്പോൾ വേറെ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി ദുബായിലേക്ക്. അവർ 1 രൂപയ്ക്ക് ലാൻഡ് കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ അവരോട് ഡിക്ലെയർ ചെയ്തു, ഇപ്പോൾ നിർമ്മാണം തുടങ്ങി. ഇപ്പോൾ ചില ചോദിക്കില്ല, അവിടെ എത്രയും 1000 ഏക്കർ കൊടുക്കുന്നില്ല, നിങ്ങളെന്താ കൊടുക്കാതെ? അല്ലെങ്കിൽ പറഞ്ഞാൽ അവിടെ അത് കണ്ടില്ലേ, ചാർട്ടർ ഫ്ലൈറ്റ് വെച്ചിട്ട് ആളെ കൊണ്ടുപോയില്ലേ. പോയ ആളിപ്പോഴും കമ്പനി ഇവിടെ തന്നെ. പക്ഷേ നമ്മളെങ്ങാനും എയർപോർട്ടിൽ നിന്ന് ഒരാളെ നമ്മുടെ ഗവൺമെൻറ് വണ്ടി കൊടുത്ത് വിട്ടാൽ ഒരാഴ്ചത്തെ ചർച്ച അതായിരിക്കും. ഇവരെന്നെയായിരിക്കും വിമർശിക്കുക. ഇപ്പം എന്തായാലും കുറച്ച് മാറ്റം പൊതുവെ മാധ്യമങ്ങൾക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ആ പത്രത്തിൻ്റെ ഡെസ്കിലിരുന്നാൽ പഴയ സ്കൂളിൽ നിന്ന് ഒരു കിക്കർ അടിച്ചായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വരേണ്ടതല്ല. പുതിയ മാറ്റം പൊതുവെ കുറച്ച് പോസിറ്റീവായി. കാരണം ഇത്തവണ വന്ന UAE ഇത്ര ഒപ്പുവെച്ചു, ഇന്ന മേഖലകളിലാണ് എന്നുള്ളതെല്ലാം ഇപ്പോൾ കുറേ പോസിറ്റീവായി വന്നിട്ടുണ്ട്. നമ്മൾ IKGS ഒപ്പുവെച്ച UAEs 10 മാസത്തിനുള്ളിൽ 25% നമ്മൾ കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. അത് ഇന്ത്യയിൽ ഒരിടത്തുമില്ല. നിങ്ങൾ ഈ സമ്മിറ്റ് കഴിയുമ്പോൾ വരുന്ന ഫിഗർ നോക്കിയാൽ മതി. ഇന്ത്യയുടെ GDPയുടെ അത്ര ഉണ്ടാവും ചില സ്റ്റേറ്റ് പറയണത്. 50 ലക്ഷം കോടി വലിയ ഇതായിരിക്കും. റിയലൈസേഷൻ കുറവാണ്. നമ്മൾ ഏതെല്ലാം കമ്പനികൾ എല്ലാം ഡാഷ്ബോർഡിലുണ്ട്, ഏത് സ്റ്റേജ് ചിത്രങ്ങളുണ്ട് നിർമ്മാണം തുടങ്ങുമ്പോൾ. ആ കമ്പനികൾ ഏതാണ് എന്നുള്ളത് പോലും നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടേ ഇല്ല.
ഞാനിപ്പോൾ ശ്രീ ഖാലിദൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവരുടെ ആദ്യത്തെ സംരംഭകരുടെ യോഗത്തിൽ ഞാൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്? കൈപോക്കാൻ പറഞ്ഞു. ഒരു സംരംഭകനും കൈപോക്കിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒലിയോറസിൻ മാനുഫാക്ചറിങ് കമ്പനി ഏത് രാജ്യത്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന കമ്പനി, കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ്? ആദ്യം ഒറ്റാടും കൈപോക്കിയില്ല. ഇന്ന് പക്ഷെ എല്ലാവർക്കും അറിയാം, കേരളത്തിലാണ്. തെർമൽ പെൻപോൾ, അല്ലെങ്കിൽ ഡെൻകെയർ, അല്ലെങ്കിൽ സിന്തേറ്റ് ഗ്രൂപ്പ്. ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ബാക്കിയെല്ലാം ഇറക്കുമതി ചെയ്യുന്നതാണ്. എല്ലാ ആശുപത്രികളിലും ഉപയോഗിക്കുന്ന 2 MRI സ്കാനുള്ളൂ മെഷീൻ, ഒന്ന് ഫിലിപ്സ്, ഒന്ന് GE. GEയുടെ മെഷീൻ ഉണ്ടാക്കുന്ന എവിടെയാണ്? ആരെങ്കിലറിയോ? കാക്കനാടാണ്. ഇവിടുന്ന് MRI മെഷീൻ ഉണ്ടാക്കും, അമേരിക്കയിലേക്ക് പോവും, തലച്ചോറ് കയറ്റും, സോഫ്റ്റ്വെയർ ലോഗോട്ടിക്കും, തിരിച്ച് മാർക്കറ്റിലേക്ക് വരും. കാക്കനാട് കമ്പനിക്കാണ് SFO ടെക്നോളജീസ്. അവരാണ് ആപ്പിളിൻ്റെ ഏത് ആപ്പിൾ ഫോൺ ഉണ്ടാക്കിയാലും ടെസ്റ്റിംഗ് സംവിധാനം ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ എന്തുണ്ടാക്കുന്നത് എല്ലാവരും നിങ്ങൾ പറയും. ഇവിടെ ഉണ്ടാക്കുന്ന ആരെങ്കിലും പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഹൈബ്രിഡ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പുതിയതാണല്ലോ, ഹൈബ്രിഡ് ആക്കാൻ. ഞാൻ കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് നേരം നമുക്ക് ഒന്നിച്ച് കമ്പനികളിൽ പോകാം. അപ്പോൾ ഒരു പ്രധാന ചാനലിൽ അവരോട് പോസിറ്റീവായിട്ടാണ് കാര്യം കൊടുക്കുന്നത്. തൊട്ടടുത്തുള്ള കമ്പനിയിലേക്ക് ഞാൻ കൊണ്ടുപോയി. അവരെന്നെ അത്ഭുതപ്പെട്ടു പോയി. അവരെന്നും കാണുന്നുണ്ടൊരു ബോർഡ്, അവിടെ എന്തൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ളത് അവർക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ കൊരട്ടി പോവുകയാണെങ്കിൽ മോളിക്കൂൾ എന്ന് പറഞ്ഞ ചെറിയ ഒരു സ്ഥാപനമുണ്ട്, കിൻഫ്രൈൻ. 300 കോടി ടേൺ ഓവർ. സയൻറ്റിസ്റ്റുകൾ, കൊരട്ടിക്കാരാണ് സയൻറ്റിസ്റ്റുകൾ. അവർ പോയി അവിടെ തന്നെ തുടങ്ങണമെന്നതിലാണ് ഇപ്പോൾ ലോകത്തിലെ എല്ലാ കമ്പനികളിലേക്കും പോകുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സെൻറ്റ് മേരീസ് റബ്ബേഴ്സ് ഉണ്ട്. 35-40 രാജ്യങ്ങളിലേക്ക് ഗ്ലൗസ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ട് കേരളം, ഒത്തിരിയേറെ കമ്പനികൾ. ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അദാനി കൂടി പ്രസംഗിച്ചപ്പോൾ ജെൻ റോബോട്ടിക്സ് കുറേ കൂടി വ്യക്തമായി. ഗുജറാത്തിൽ ആരംഭിക്കുമ്പോഴാണ് കെയ്ൻസ് ടെക്നോളജി സെമി കണ്ടക്ടർ. 3600 കോടിയാണ്. അതിൻ്റെ പ്രധാന ഭാഗവും അവർ ഇൻസെൻറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ മൊത്തം മുടക്കുന്ന പണത്തേക്കാൾ കൂടുതൽ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവായി കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്രയും പണം ഹയർ എഡ്യൂക്കേഷൻ മുടക്കിയാൽ മതി. നല്ല ആളുണ്ടെങ്കിൽ കമ്പനികൾ ഇങ്ങോട്ട് വരും. അതേ കമ്പനി നമ്മുടെ ഇവിടെ ഒരു ഇൻസെൻറ്റീവും കൊടുക്കാതെ സാധാരണ കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കെയ്ൻസ് ടെക്നോളജി 600 കോടിയുടെ ഈ ഫെബ്രുവരി ആദ്യത്തെ പകുതിയിൽ പെരുമ്പാവൂർ കല്ലിടാൻ പോവുകയാണ്. ലോകോത്തര കമ്പനിയാണ്. മലയാളി തന്നെയാണ് എൻ്റെ തലപ്പത്തുള്ളത്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ്. മറ്റ് സിംഗപ്പൂർ, മലേഷ്യ എല്ലായിടത്തുള്ളതാണ്. നിങ്ങളെല്ലാവരും കോവാക്സിൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. കോവിഡിൽ ആരാ ഉണ്ടാക്കുന്നത്? ഭാരത് ബയോടെക്കാണ്. അവരുടെ കമ്പനി കല്ലിട്ട് വരെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അങ്കമാലിയിൽ കൈവെക്കുവിന് പിടി. എന്നാൽ ഇവിടെ ബസ്സിൻ്റെ സമയം കിട്ടാത്ത കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയും, ആ കോട്ടയത്ത് നിന്ന് ആരംഭിച്ചിട്ട് ഇടയ്ക്ക് തടഞ്ഞ ബസ് ഏതാണ് പറയും. എന്നാൽ കോവാക്സിൻ്റെ കമ്പനി അങ്കമാലിയിൽ വന്നിട്ട് പ്രവർത്തനം തുടങ്ങി, നിർമ്മാണം തുടങ്ങി എന്നുള്ളത് നിങ്ങൾ ആർക്കും അറിയില്ല. കെയ്ൻസ് ടെക്നോളജി വെറുതെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. കെയ്ൻസ് ടെക്നോളജി ലോകോത്തര പവർ ഇലക്ട്രോണിക്സിൽ പ്രധാന കമ്പനിയാണ്. അവർ 30 ഏക്കറിൽ 600 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ തുടങ്ങുന്നു. അദാനിയുടെ പിന്നെ 70 ഏക്കേഴ്സിൻ്റെ ലോജിസ്റ്റിക് പാർക്ക് ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ക്രസ്നി ടെക്നോളജി റഷ്യ, അവരിപ്പോൾ അരൂർ കെൽട്രോണുമായി ചേർന്നുള്ള കല്ലിട്ടിരിക്കുന്നു. എത്ര പേർക്കറിയാം? ഒന്ന് കൈപോക്കി. ദിസ് ഈസ് ദ റിയാലിറ്റി. കേരളം പഴയ കേരളം അല്ല എന്നുള്ളത് ബോധപൂർവം നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നു. അവർക്ക് മറ്റു വിഷയങ്ങളാണ് ഇഷ്ടം. സ്വർണത്തിൻ്റെ എന്താണ്, അതൊക്കെ വിഷയങ്ങൾ തന്നെ. പക്ഷെ അവരൊരിക്കലും ചോദിക്കില്ല ആ കേസ് എങ്ങനെ ആദ്യം വന്നേന്നുള്ളത്. വർഷം ചോദിച്ചോന്നും എനിക്കറിയില്ല. ഈ കേസിൻ്റെ ഉത്ഭവമായ ആളകത്ത് എടുക്കുകയാണ് അല്ലേ? അതൊരു ചരിത്ര സംഭവമാണ്. ഒരാൾ തന്നെ ഇതിന് കൊടുത്തൊരു ഭാഗം കാണുന്നില്ല എന്ന് പറയുന്നു, പരാതി കൊടുക്കുന്നു. പൊളിറ്റിക്കൽ ബിഗിനിങ് ആണ്. ഒന്നിൻ്റെ ശോഭ കെടുത്താൻ ഒരു പരാതി വരുന്നു. പക്ഷെ ബൂമറാങ്ങായി, ആൾ തന്നെ അകത്ത് പോയി. ആദ്യത്തേത് സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയോടുകൂടി ക്ലോസ് ചെയ്തെന്ന് കരുതി. പക്ഷെ അതിനിങ്ങനെ കയറി ഇപ്പോൾ എവിടെ വരെ എത്തുന്നു? ഇപ്പോൾ വിവാദങ്ങൾ, അത്തരം സംഭവങ്ങൾ വസ്തുതകളിലേക്കല്ല. അപ്പോൾ ഞാൻ സമയം അധികം എടുക്കുന്നില്ല. 2 വാക്കെന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ കുറച്ച് 2000 വാക്കെങ്കിലും എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ ഒരു കുറവ് കൂടിയാണ് അതെന്ന് കരുതിക്കോളും.
വിസിബിൾ ആകുന്നില്ല. ഞാൻ കഴിഞ്ഞ കുറേ യോഗങ്ങൾ ചോദിച്ചു, കഴിഞ്ഞ നിയമസഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങൾ പാസ്സാക്കി. ഏക കിടപ്പാട സംരക്ഷണ നിയമം. എത്ര പേർക്കറിയാം? ഹർഷനറിയാം. 2 ഇത്രയേ ഉള്ളൂ. എന്നാൽ ബാങ്കുകൾ രാത്രിയിൽ വന്ന് കുടിയിറക്കപ്പെടുന്നവരുടെ രോദനങ്ങൾ കേൾക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് നിങ്ങൾ എടുക്കുന്ന വായ്പ 5 ലക്ഷത്തിൽ താഴെ നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് തിരിച്ചടവ് മുടങ്ങി 10 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി ജപ്തിയിലേക്ക് വന്നാൽ ഈ നിയമപ്രകാരം രൂപീകരിക്കുന്ന കമ്മിറ്റി തീരുമാനിക്കുന്നു. ഇത് ചിലർ വിൽഫുൾ ഡിഫോൾട്ടർ ഉണ്ടാവും, ബോധപൂർവം അടയ്ക്കാത്തവർ. അല്ലാത്തതാണെങ്കിൽ ഒരാൾ മരിച്ചു, മാരക രോഗം വന്നു, ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കും. എത്രയാണോ കുടിശ്ശിക 1 ടൈം സെറ്റിൽമെൻറ്റ് തീരുന്നത്, ആ പണം കളക്ടർ ബാങ്കിൽ നൽകി ആധാരം ഡോക്യുമെൻറ്റ്സ് തിരിച്ചെടുത്ത് ഈ തെരുവിലേക്ക് ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ആ നിസ്സഹായ കുടുംബത്തിൻ്റെ കയ്യിൽ വച്ച് കൊടുക്കുന്നൊരു നിയമം കേരളം പാസ്സാക്കി. എത്ര പേർക്കറിയാം? എന്നാൽ ആ നിയമസഭയിൽ നടന്ന തർക്കങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. തർക്കത്തിന് അടിസ്ഥാനം അറിയില്ല. അന്നത്തെ നിയമസഭ മുഴുവൻ ബഹിഷ്കരിച്ച ഒറ്റ കാര്യത്തിനായിരുന്നു, SIT അങ്ങനെ അംഗീകരിക്കില്ല, CBI വേണമെന്നായിരുന്നു. പിന്നെ പറയുന്നതെല്ലാം SIT ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴും മാധ്യമപ്രവർത്തകർ വിനീത വിധേയരായിട്ട് ആ ചോദ്യം അത് ശരിയാണല്ലോ, ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഇതെല്ലാം ബഹിഷ്കരിക്കപ്പെട്ടതാണ്. ഞങ്ങൾ വേറൊരു നിയമം പാസ്സാക്കി. ഈ സെഷനിലല്ല, ഇതിന് മുൻപത്തെ സെഷൻ, സ്പെഷ്യൽ സെഷനല്ല, ഇതിന് മുമ്പത്തെ സെഷൻ. സേവനാവകാശ നിയമം. എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ഇപ്പം മീഡിയ നോട്ട് എ ഫോർത്ത് പില്ലർ. ദി ഫാക്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫോർത്ത് പില്ലർ. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുക, ക്രിയാത്മകമായി വിമർശനം ഉന്നയിക്കുക, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രമേ 4ാം തൂണാവുള്ളൂ. ഇതുപോലും അറിയുന്നില്ലെങ്കിൽ അറിയിക്കുന്ന പ്രൊപ്പഗൻഡയിൽ ഞങ്ങൾക്ക് കുറവുണ്ടായിരിക്കാം. പക്ഷേ മീഡിയ പ്രധാന അതാണല്ലോ മീഡിയ. നിങ്ങൾ ഒരു സേവനം ലഭിക്കണമെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകുന്ന എല്ലാ സർവീസസും നോട്ടിഫൈ ചെയ്തിരിക്കണം. പിന്നെ 1 മാസം ഇപ്പോൾ കഴിഞ്ഞു, 5 മാസം കൂടി ഉണ്ടാവും. അതിനിടയിൽ നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ആ വകുപ്പിൻ്റെ തലവൻ 10,000 രൂപ ഫൈൻ അടിക്കണം. ആ സർവീസിൽ ഡീംഡ് സർവീസസ് ഉണ്ടാവും, സർവീസസ് വിത്ത് ഡെലിവറി ടൈം. ഞാൻ നിയമസഭയിൽ അവതരിപ്പിച്ച ഏറ്റവും എനിക്ക് സംതൃപ്തി വന്ന 2 ബില്ലുകളാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ ഏക കിടപ്പാടും ഇപ്പോൾ പറയുന്ന ഈ റൈറ്റ് ടു സർവീസ്. അതിൽ ഡീംഡ് സർവീസസ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് 5 ദിവസം കൊണ്ട് കിട്ടണം. 5 ദിവസമായിട്ടൊരു അനക്കമില്ല, ഒന്നും ചെയ്യേണ്ട, വീട്ടിലിരിക്കുക. 6 ദിവസം പത്രമൊക്കെ വായിച്ച് ചായ പിടിച്ച് TV കണ്ടിരിക്കുക. 7, 8, 9, 10 കഴിഞ്ഞാൽ നേരെ കമ്പ്യൂട്ടർ തുറക്കുക, സൈറ്റിൽ കയറുക, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ട ഡീംഡ് സർവീസസ് പ്രിസ്ക്രൈബ് സമയത്തിനുള്ളിൽ കിട്ടുന്നില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞാൽ ഡീം ടു ബി അപ്രൂവ്ഡ്. ചെറിയ കാര്യമല്ല പാസ്സാക്കിയിരിക്കുന്നത്, ആരും അറിയുന്നില്ല. 2 ബാക്കി സർവീസസും അതുപോലെ തന്നെ നോട്ടിഫൈ ചെയ്യണം. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അപ്പീൽ കൊടുക്കാം. അപ്പീൽ അതോറിറ്റി അത് പരിശോധിച്ചിട്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് 10,000 രൂപ ഫൈൻ ഈടാക്കാം, അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാം. പക്ഷേ ഈ അപ്പീൽ അതോറിറ്റി ഇയാൾ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അപ്പീൽ അതോറിറ്റി അപ്പീലിൻ്റെ മുകളിൽ അടയിരിക്കും. അങ്ങനെ അടയിരുന്നാൽ അദ്ദേഹത്തിന് 15,000 രൂപ വരെ 12,000 രൂപ വരെ ഫൈൻ ഈടാക്കാം. എന്നാൽ ഇവരെല്ലാം ഉദ്യോഗസ്ഥ സംവിധാനമാണല്ലോ. അതുകൊണ്ട് ആദ്യമായി കേരളത്തിൽ വിവരാവകാശ കമ്മീഷൻ പോലെ സേവനാവകാശ കമ്മീഷൻ, ഏകാംഗം, സെക്രട്ടറി ലെവൽ സ്റ്റേറ്റോ സെൻട്രലിലോ പ്രവർത്തി ചെയ്യാം. സുവമോട്ടോ പരാതി എടുക്കാം, അല്ലാത്ത പരാതികൾ കേൾക്കാം, ഏത് ഓഫീസും ഇൻസ്പെക്ട് ചെയ്യാം. പ്രത്യേക അനുമതി വേണ്ട. ഇന്ന ഓഫീസിലാണ് ഇത് താമസം വരുത്തിയിരിക്കുന്നു എന്ന് സനീഷ് പരാതി നൽകി ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥനെ അവിടെ പരിശോധിക്കാം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ 15,000 രൂപ. നിങ്ങളുടെ സമയത്തിന് കിട്ടുന്നില്ല, ഭാഗികമായി കിട്ടി, തൃപ്തികരമല്ല, ഈ 3 ഘടകവും പരിശോധിച്ചിട്ട് ഫൈൻ ഈടാക്കാം, ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാം. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവാണ് കേരള നിയമസഭ എടുത്തത്. നേരത്തെ ഒരു നിയമമുണ്ടായിരുന്നു, അതിൽ 500 രൂപ വരെ ഫൈൻ ഈടാക്കാം. പക്ഷേ കേരളത്തിൽ എല്ലാ സർവീസും ടൈമിലി ഡെലിവറി ആയതുകൊണ്ട് ഒരാൾക്ക് പോലും ഫൈൻ ഈടാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അതിന് IMGയുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറയുന്ന മാധ്യമങ്ങൾ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല.
ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. ഏതെല്ലാം സർവീസ് കിട്ടുന്നില്ല അത് കൃത്യസമയത്ത് കിട്ടാൻ. അപ്പോൾ പോസിറ്റീവ് മീഡിയ അതാണ് നീഡ് ഓഫ് അവർ. കേരളത്തിൽ ഇനി വേണ്ടത് പോസിറ്റീവായൊരു മാധ്യമമാണ്. നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു, ദാറ്റ്സ് ഗുഡ്, ഒരു എക്സ്റ്റെൻറ്റ് വരെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇനിയും വേറെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതുകൂടി വന്ന് ഞാൻ പറയുന്നൊരു 15 കൊല്ലത്തിനുള്ളിൽ കേരളം ലോകത്തിൻ്റെ ഹൈടെക് EST നോളേജ് ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാവും. ഞങ്ങൾ അന്വേഷിച്ച് വന്ന യൂറോപ്പിലൊരു കമ്പനി അന്വേഷിച്ച് വരികയാണ് ദാവോസിൽ. നിങ്ങൾ EST പോളിസി പാസ്സാക്കിയതായി ഞങ്ങൾ നിങ്ങളുടെ ലിങ്ക്ഡിനാണ് ഇപ്പോൾ കുറച്ച് ഭേദം ഈ മേഖലയിൽ കണ്ടതായി. EST എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ മിക്കവാറും ആളുകൾക്ക് അറിയില്ല. വാട്ട് ഈസ് EST, എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ്. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അതിനകത്തേക്കാണ് പോണത്, യൂറോപ്യൻ കമ്പനികൾ. അപ്പോൾ ഒന്നല്ല 2-3 കമ്പനികൾ ഇതറിഞ്ഞിരിക്കുന്നു, പക്ഷേ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല. ഇതാണ് ഗ്യാപ്പ്. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതാണ്. പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത അളവിലുണ്ടായിരിക്കും, വസ്തുതകൾ എത്തുന്നേയില്ല. പ്രതീതികൾ തുടർച്ചയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം ഇപ്പോഴും വ്യവസായ സൗഹൃദത്തിൽ മോശമാണ്. അപ്പോൾ ചിലർ ലിസ്റ്റ് അടിക്കും. CPയുടെ കാലത്ത് തുടങ്ങി അന്ന് മുതൽ ഇവിടെ നിന്ന് അടച്ചുപൂട്ടപ്പെട്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഉടൻ വരും. ഇത് ഇന്ന് അടച്ചു, എങ്ങനെ അടച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. യൂണിയൻ ലേബർ മിനിസ്റ്ററുടെ റിപ്പോർട്ടുണ്ട്. ഞാൻ ഡൽഹി, ബോംബെ ഈ റോഡ് ഷോയ്ക്കൊക്കെ പോയിരുന്നല്ലോ നമ്മുടെ IKGS മുമ്പ്. അപ്പം ഞാൻ ആദ്യം ഒരു 15 മിനിറ്റ് ഈ നെഗറ്റീവ് മുഴുവൻ പറയും. ഇതല്ലേ നിങ്ങളുടെ മുൻപിലുള്ള കേരളത്തിൻ്റെ ചിത്രം. അപ്പോൾ അവരൊക്കെ ശരിയാണ്, മിനിസ്റ്റർ തന്നെ ഇത് പറഞ്ഞല്ലോ നാട്ടിലാണ്. പിന്നെ ഞാൻ എൻ്റെ വസ്തുതകളിലേക്ക് പോകും. ഇപ്പോൾ കൃഷ്ണയള അദ്ദേഹം കല്ലിടാൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ദാവോസിൽ സഹോദരൻ കണ്ടു, ഞങ്ങൾ IKGS വന്നു. 7 ദിവസം, പിന്നെ ഞാൻ മിനിസ്റ്ററൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, ഓൺലൈനാണ് എല്ലാം ചെയ്തത്. എനിക്ക് 7 ദിവസം കൊണ്ട് ലാൻഡ് അലോട്ട് ചെയ്തു. ഇന്ത്യയിൽ ഒരിടത്ത് ഇത്രയും വേഗതയിൽ എനിക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അദ്ദേഹം കുറച്ച് രസികൻ കൂടിയാണ്. ഹൈദരാബാദിലും അതുപോലെ ദുബായിലും, എൻ്റെ ബോർഡിലും അതുപോലെ ദുബായിൽ സംരംഭക കൂട്ടത്തിലൊക്കെ പോയപ്പോൾ മലയാളികളായ ചിലർ വന്നിട്ട് എന്നോട് ചോദിച്ചു, അയ്യോ നിങ്ങൾ ഈ അപകടത്തിലേക്ക് എടുത്തിയാടണോ? വല്ല കാര്യമുണ്ട്? ഇപ്പോൾ നന്നായിട്ടല്ല എല്ലാ കാര്യവും പോണത്, വെറുതെ അങ്ങോട്ട് വരണോ? ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ രീതി. നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ NDTVക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു, പെയ്ഡല്ല, അല്ലാതെ കൊടുത്തതാണ്. NDTVക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ അവർ ചോദിച്ചു, ചോദിച്ച ക്വസ്റ്റ്യനേ ഉള്ളൂ. എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട്, നമ്മുടെ അടുത്തും വന്നു. പിന്നെ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ് എല്ലാവർക്കും സ്റ്റേറ്റിനും ഒരു ഇത് കൊടുക്കണമെന്ന് അവരോട് പറയുന്നുണ്ട്, എല്ലാ മീഡിയയോടും. അപ്പോൾ അതിൽ ഈ അവരുടെ സൈറ്റിൽ വന്നപ്പോൾ കമൻറ്റിൽ മലയാളികളാണ് ഒക്കെ നെഗറ്റീവ്. അയ്യോ ഇതൊക്കെ വെറുതെ പറയണത്, PR അല്ലേ, തള്ളല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വന്തം മണ്ണിനോട് സ്നേഹം ഇത്രയും ഇല്ലാത്തൊരു പ്രത്യേക വിഭാഗം വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നൊരു മലയാളി അല്ലാത്തൊരാളുടെ കമൻറ്റ് കിടക്കുന്നുണ്ട്. പർപ്പസ്ഫുള്ളിയാണ് ഇത്തരത്തിലുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തലക്കെട്ടിടുന്നത് പോലെയുള്ള അത്തരം രീതികളാണ്. എന്തായാലും ബിസിനസ് അവാർഡുകൾ നല്ല ചർച്ചകൾക്ക് ഒരു ഇടമാകട്ടെ. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഹഡിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാമത്തെ സ്ഥാനത്തേക്ക് എത്തി. 99.3% റിഫോംസ് നമ്മൾ നടപ്പിലാക്കി. തവണ ചെറിയ നമ്പർ 99.3%. ഇത്തവണ 100% ഫീഡ്ബാക്ക് അല്ല, 30-70 ആണ്. നമ്മൾ 1ാം റാങ്കിലെത്തിയപ്പോൾ 100% ഫീഡ്ബാക്ക് തന്നെയാണ്. 100% ഫീഡ്ബാക്കിലാണ് കേരളം 1ാമത്തെ റാങ്കിലേക്ക് എത്തിയത്. പക്ഷെ ഇതൊന്നും ഒരു മാധ്യമം പറയില്ല. ഈ സംരംഭകർ നൽകിയ മാർക്ക് മാത്രമാണ്. ഇത്തവണ 30-70 ആണ്. 30 ഒബ്ജക്റ്റീവ്, 70 സബ്ജക്റ്റീവ്. 30 നിങ്ങളുടെ റിഫോംസിൻ്റെ മാർക്ക്, 70 ഫീഡ്ബാക്ക്. അപ്പോൾ അതിൽ ഇനിയും നമുക്ക് മുന്നേറാൻ കഴിയണം. എന്തായാലും നിങ്ങൾ ലിങ്ക്ഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്, പക്ഷെ മാധ്യമങ്ങളിലൊന്നും അധികം വരാറില്ല. ലിങ്ക്ഡിൻ മെമ്പേഴ്സിൻ്റെ പ്രൊഫൈൽ അപ്ഡേഷൻ അനാലിസിസ് റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് ചാടുന്നതാണെങ്കിൽ ആദ്യം എടുത്തിട്ട് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യില്ലോ. ഒരു പോസ്റ്റ് വിടാം, ഒപ്പം തന്നെ
നമ്മുടെ പ്രൊഫൈൽ അപ്ഡേഷൻ നടന്നു. ഈ പ്രൊഫൈൽ അപ്ഡേഷൻ അനാലൈസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ പറയുന്നത് ജനുവരി ടു ജൂലൈ ഈ 7 മാസത്തിനുള്ളിൽ ഈ 2025 40,000 മലയാളികൾ പ്രൊഫഷണൽസ് USA, യൂറോപ്പ്, ഗൾഫ്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് അവരുടെ തൊഴിലിടം മാറ്റിയിരിക്കുന്നു. ദാറ്റ് ഈസ് റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ്. ഇത് ശരിക്കൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മൈഗ്രേഷൻ മാത്രമേ നമ്മളിതിവിടെ പറഞ്ഞിരുന്നുള്ളൂ. റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ്. ഗവൺമെൻറ് റിപ്പോർട്ടല്ല, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെമ്പേഴ്സിൻ്റെ മാത്രം പ്രൊഫൈൽ അപ്ഡേഷൻ വിശകലനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്, അല്ലാത്തൊരു വേറെ ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കൂടി വിസിബിളാക്കിയാൽ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ, പക്ഷേ ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി വിസിബിളാക്കിയാൽ കേരളം കുറേ കൂടി നമുക്ക് ശ്രദ്ധയാകർഷിക്കുന്നതാക്കി മാറ്റാം. അതിൻ്റെ തുടക്കം കൂടിയാണ് കണക്ട് ടു വർക്ക്. ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് 1000 രൂപ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പഠനം കഴിഞ്ഞാൽ കൊടുക്കുന്ന പദ്ധതി. ഒപ്പം തന്നെ പുതുതായി ആരംഭിക്കുന്ന വ്യവസായത്തിൽ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് 5000 രൂപ വരെ ട്രെയിനീസിന് ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതി. ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് മലയാളം എന്തായാലും ന്യൂസ് മലയാളം വേറിട്ട വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നു എന്നുള്ളതാണല്ലോ. അവകാശവാദവും യാഥാർത്ഥ്യം ഞാൻ പറയുന്നില്ല, അത് യാഥാർത്ഥ്യത്തിനും അവകാശവാദത്തിനിടയിലാണല്ലോ. അപ്പോൾ കുറേ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ഇത്രയും വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ അതിന് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചതൊക്കെ കൊടുക്കണമെന്ന് പറയുന്നതിന് ഞങ്ങൾക്കും കുറവുണ്ടെങ്കിൽ ആ കുറവ് കൂടി അംഗീകരിച്ചുകൊണ്ട് ഇതൊരവസരമായി എടുക്കാനുള്ള വെല്ലുവിളി കൂടി മുന്നോട്ട് വെച്ച് ഇവിടെ പുരസ്കാരം അവാർഡ് ദാനമല്ല, പുരസ്കാര സമർപ്പണമാണ്. ആ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ഞാനാണോ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.